ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ സ്മരണ സജീവമാക്കുവാൻ ബദനി സന്യാസിനി സമൂഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജീവചരിത്രം മലയാളികളുടെ മനസ്സിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കുവാൻ തക്ക വിധം ഒരു ടെലി സിനിമ ക്രമീകരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മലങ്കര സഭയുടെ ദർശനം, സാർവത്രിക സഭയുടെ ബന്ധം, ഭാരതീയ സന്യാസ ജീവിതത്തിൻ്റെ ആഭിമുഖ്യം ഇവയുമായി ബന്ധപ്പെട്ടാണ് യുഗപ്രഭാവവാനായ മാർ ഇവാനിയോസ് തിരുമേനിയെ ലോകം ദർശിക്കുന്നത്. അപ്പസ്തോലികമായ മലങ്കര സഭയുടെ ചൈതന്യവും സാന്നിധ്യവും സാക്ഷ്യവും സമർപ്പണവും പ്രാദേശികതയിൽ നിന്ന് ലോകസഭയുടെ സാർവത്രിക കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച അതുല്യനായ ദൈവ പുരുഷൻ പണ്ഡിത സദസ്സിൽ നിന്ന് വനാന്തരങ്ങളിലേക്ക് മടങ്ങി പ്രൊഫസറുടെ കുപ്പായം അഴിച്ചുവെച്ച് മാമുനിയുടെ സന്യാസ വസ്ത്രം സ്വീകരിച്ച് മലങ്കര സഭയിൽ സന്യാസ പ്രസ്ഥാനത്തിൻ്റെ ജനയിതാവായി അനേകർക്ക് പ്രത്യാശ പകർന്ന് തൻ്റെ ജീവിതത്തെ കർമ്മോത്സുകമാക്കുകയും അനേകരെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്ത ദാർശനികനായ മാർ ഇവാനിയോസ് തിരുമേനി സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള പാവപ്പെട്ട മനുഷ്യരോട് ക്രിസ്തീയ സ്നേഹത്തെ ഉദാത്തമായി പ്രകടിപ്പിക്കുവാൻ ആത്മധൈര്യവും ആർജവത്വവും പ്രകടമാക്കിയ മാർ ഇവാനിയോസ് തിരുമേനി സഭയിലും സമൂഹത്തിലും വിശാല സമൂഹത്തിലും ദാർശനികനായി നിലകൊള്ളുന്നു. ദിക്കുകൾക്കപ്പുറത്തേക്ക്, സംസ്കാരങ്ങൾക്കപ്പുറത്തേക്ക്, യുഗങ്ങൾക്കപ്പുറത്തേക്ക് ദർശനത്തെ തിരിച്ചുവിട്ട മലങ്കര സഭയുടെ സൂര്യ തേജസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ ദർശനം ഇനിയും മലങ്കര സഭയും ആഗോള സഭയും ഏറെ മനസ്സിലാക്കുവാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ദൈവവഴിയിൽ ചരിച്ച, ദൈവവഴിയോട് പൂർണ്ണമായി ചേർന്ന് നടന്ന ഈ ദൈവ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്മരണകൾ സജീവമാക്കുവാൻ ഈ ടെലി സിനിമ പ്രയോജകി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ശ്രേഷ്ഠമായ ഉദ്യമത്തിന് മലങ്കര കത്തോലിക്കാ സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഞാൻ സവിനയം സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
ചാണ്ടി, അമിതമായ ആത്മവിശ്വാസം ആത്മഹത്യക്ക് തുല്യമാണ്. ഒരഭ്യാസി ഒരിക്കലും മുറകളെല്ലാം പഠിച്ചു തീരുന്നില്ല. അഭ്യാസങ്ങൾക്കെല്ലാം ഉപരി സർവശക്തനായ ദൈവത്തോടുള്ള ഭക്തിയും പ്രാർത്ഥനയും വേണം. നടക്കട്ടെ. എന്റെ അന്നാമ്മേ, എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ ഈ നിറവയറുമായി ഇങ്ങനെ നടക്കരുതെന്ന്. ആ കാളവണ്ടിയിൽ എങ്ങാനും പള്ളി പോകാൻ മേലായിരുന്നോ? ഓ, എനിക്കത്ര വയ്യായികയൊന്നുമില്ല. നീ നമ്മുടെ കുഞ്ഞിനു വേണ്ടിയല്ലേ. എന്നെ മാതാവ് നോക്കിക്കോളൂ. ഞാനും മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരാൺകുഞ്ഞിനു വേണ്ടി. അവന് നല്ലൊരു അഭ്യാസിയാക്കണം. ശോശക്കൊച്ചേ, കുടിക്കാൻ ഇത്തിരി സംഭാരം എടുത്തേ. ഇച്ചായനെ വർഗീസച്ചൻ തിരക്കി. എന്തോ പള്ളിക്കാര്യത്തിനാന്നാ പറഞ്ഞേ. ഓ, ഇന്ന് പള്ളി കമ്മിറ്റിയുള്ള ദിവസാ. ഞാനതങ്ങ് മറന്നു. ഇച്ചായ്ക്ക് വേദന തുടങ്ങിയെന്നാ തോന്നേ. വെളുമ്പി വയറ്റായിട്ട് എത്തിയിട്ടുണ്ട്. മാതാവേ, ആപത്തൊന്നും വരുത്തല്ലേ. പണിക്കർ അദ്ദേഹത്തിന് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. എങ്ങനെ ഇരിപ്പുറയ്ക്കും? അന്നാമെന്ന് പറഞ്ഞ ജീവനല്ലേ അദ്ദേഹത്തിന്. ഇച്ചയുടെ ഒരു ഭാഗ്യം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. പണിക്കർ അദ്ദേഹം പ്രാർത്ഥനയില്ല. അത് ശരി. പണിക്കർ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ആൺകുഞ്ഞാ. ഓ, മാതാവിന്റെ അനുഗ്രഹം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അമ്മേ മാതാവേ, അമ്മയുടെ പിറവി തിരുനാൾ ദിവസമായ ഇന്ന് തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായും ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു.
ഗ ന പ ത ഏ ഗണപതായേ ഹരി ശ്രീ അല്ല ആരിത്? വരിക വരിക. നമസ്കാരം. ഇന്നു മുതൽ ഇവനെയും ദാവീദാശാന്റെ ശിഷ്യനായി കൂട്ടണം. അതിനെന്താ? കൊച്ചു കീവറിച്ചനെ പോലെ സമർത്ഥനായൊരു ശിഷ്യനെ കിട്ടുക എന്നത് എൻ്റെ ഒരു ഭാഗ്യമല്ലേ? എല്ലാം കന്യകാമാതാവിന്റെ അനുഗ്രഹം. മാതാവിന്റെ സ്വന്തം കുട്ടിയായ കീവറിച്ചൻ എന്നാ നാട്ടിലെല്ലാരും പറയുന്നത്. ഇവനെവിടെ ഉള്ളത് എനിക്കും ഒരു അനുഗ്രഹം. ഇന്നു മുതൽ കീവറിച്ചൻ എന്റെ ശിഷ്യനാണെന്ന് മാത്രമല്ല ഇവിടുത്തെ ചട്ടമ്പിള്ളയും. എന്താ അച്ഛാ ഈ ചട്ടമ്പിള്ളന്ന് വെച്ചാ? അതൊക്കെ ആശാൻ പറഞ്ഞു. ചട്ടമ്പിള്ള എന്ന് വെച്ചാ കളരിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന പ്രധാന ശിഷ്യൻ. എന്താ കീവറിച്ച ആശാനെ വണങ്ങി അനുഗ്രഹം വാങ്ങും. അങ്ങനെ കൊട്ടാരത്തിൽ നിന്നൊരു അറിയിപ്പുണ്ട്. ഉമ്മറത്തേക്ക് ചെല്ലൂ. ഭക്ഷണം കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചിട്ടാവാം ഇനി യാത്ര. തമ്പുരാന്റെ കാലാൽപ്പടയിലേക്ക് പടയാളികളെ തിരഞ്ഞെടുക്കാൻ സേനാനായകൻ നമ്മുടെ കളരി സന്ദർശിക്കുന്നെന്ന്. എല്ലാവരും ചുവടും മുറയും ഒക്കെ ഒന്നുകൂടെ ഒന്ന് നന്നാക്കണം. കൃത്യനിഷ്ഠ പാലിക്കുക എന്നാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഏറ്റവും പ്രധാന ഗുണം. മറ്റു കുട്ടികൾ വന്നിട്ട് എത്ര നേരമായെന്നറിയോ? പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു നിന്നപ്പോൾ നേരം പോയതറിഞ്ഞില്ല. അതാ വൈകിയത്. ഇവിടുത്തെ ചട്ടമ്പിള്ളയായ കീവറിച്ചൻ മറ്റു കുട്ടികൾക്ക് കൂടി മാതൃകയാകേണ്ടതാണ്. ആശാൻ ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ 51 പിഴയ്ക്കുമെന്നാണ് പഴമൊഴി. തക്ക ശിക്ഷ വാങ്ങേണ്ട തെറ്റാണ് കീവറിച്ചൻ ചെയ്തത്. ആശാൻ ഇത്രയും ദേഷ്യപ്പെടാനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പള്ളിയിൽ കയറി തമ്പുരാന്റെ അമ്മച്ചിയോട് പ്രാർത്ഥിച്ചത് അത്ര വലിയ തെറ്റായെങ്കിൽ ആശാൻ ചൊല്ലിത്തന്ന പാഠങ്ങളും എഴുത്തും അങ്ങ് തിരിച്ചെടുത്തേര്. ഞാൻ എൻ്റെ ഓലയുമായി വീട്ടിലേക്ക് പോവുക. എഴുത്തങ്ങ് എടുത്തിട്ട് എന്റെ ഓല എങ്ങ് തന്നേരെന്ന് പറഞ്ഞ് പിണങ്ങി ഒരു പോക്ക. അന്നാമോ, നീ കേട്ടില്ലേ കഥ? അത് പിന്നെ ഇച്ചാന്റെ വാശി കിട്ടാതിരിക്കില്ലല്ലോ. എന്നാലും ഇത്രയൊക്കെ നടന്നിട്ടും ഒരക്ഷരം കീവറേച്ചൻ പറഞ്ഞില്ലല്ലോ. ശിക്ഷിക്കുന്ന വേന്നാകും പറയാതിരുന്നത്. എന്തായാലും നമ്മുടെ ഇഷ്ടം ഒന്നുകൂടി കൂടിയതേ ഉള്ളൂ. ആശാൻ വന്നിട്ട് അധിക സമയമായോ? കുറച്ചേരായി. പണിക്കരി കുട്ടിയുടെ പിണക്കം നിറക്കേണ്ടത് എന്റെയും കൂടി ഒരു ആവശ്യമല്ലേ? ആശാൻ ഓലയിലെ അക്ഷരങ്ങൾ തിരിച്ചെടുക്കാൻ വന്നതാ. അത് പിന്നെ പള്ളിയിൽ കയറിയത് കൊണ്ടല്ലേ താമസിച്ചത്. അതിന് ഇത്രമാത്രം വഴക്കു പറയാനുണ്ടോ? അതാ എനിക്ക് ദേഷ്യം വന്നത്. തമ്പുരാന്റെ അമ്മച്ചിയോടുള്ള പ്രാർത്ഥന കഴിഞ്ഞുള്ള പഠിത്തമൊക്കെ മതി എനിക്ക്. എല്ലാം പണിക്കരി കുട്ടിയുടെ ഇഷ്ടം. ഇതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. എന്നാ എല്ലാവർക്കും ഊണ് കഴിക്കാൻ ഇല ഇടാം. ആട്ടെ, ഉണ്ട് കളയാം അല്ലേ ആശാനെ? 2 ദിവസമായിട്ടും രോഗത്തിന് ഒരു ശമനവും ഇല്ലല്ലോ അന്നാമേ. മരുന്ന് എത്രയാ കുടിച്ചത്? രാത്രിയിൽ എങ്ങനെ അസുഖം കലശലായാൽ വണ്ടിക്കാരനും ഇല്ല. ഇവളുടെ രോഗം ഭേദാവാൻ നമുക്ക് കത്തോലിക്ക പള്ളി പോയി ഒന്ന് പ്രാർത്ഥിച്ചാലോ? പോവാ അമ്മച്ചി. പ്രാർത്ഥന കൊണ്ട് മാറാത്ത ഒരു അസുഖവുമില്ല. ഇന്നാളെനിക്ക് അസുഖം വന്നപ്പം പരുമേല തിരുമേനി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഭേദമായത് എനിക്ക് വിശ്വാസ. നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം. അതുവരെ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം കുഞ്ഞുവാവയ്ക്ക് വേണ്ടി.
എന്താ നീയൊന്നും മിണ്ടാത്തെ? സാധാരണ അങ്ങനെയല്ലല്ലോ. പള്ളിയിൽ നിറങ്ങിയ ഒരു 100 കൂട്ടം സംശയങ്ങളുള്ളതാ. ഞാൻ കുഞ്ഞുവാവെ പറ്റി ആലോചിക്കായിരുന്നു. പാവം. അതിനല്ലേ നമ്മൾ പ്രാർത്ഥിച്ചത്? സാക്ഷാൽ പള്ളി അതാ മോനെ. നമുക്ക് ആ പള്ളിയിൽ ചേരണം. നമസ്കാരം. നമസ്കാരം കുഞ്ഞുങ്ങളെ. എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? എങ്കിൽ ഇന്ന് ആദ്യമേ നമുക്ക് കുറച്ച് കണക്ക് പഠിക്കാം. എന്തു പഠിക്കാം? കണക്കെല്ലാരും ശ്രദ്ധിച്ച് കേട്ടോണം. 3 പേർ കൊന്ന്. 3 പേർ കൊന്ന്. എന്നാൽ ശിഷ്ടം കൂടാതെ ഒരാൾക്ക് എത്ര? പറ. ആ, പാപ്പി പറ. 3 പേർ കൊന്ന് ശിഷ്ടം കൂടാതെ ഒരാൾക്ക് എത്ര കിട്ടും? ആർക്കും അറിയില്ലെങ്കിൽ ചട്ടമ്പിള്ള കീവർഗീച്ചനൊന്ന് പറഞ്ഞേ. ശിഷ്ടം കൂടാതെ ഒരാൾക്ക് എത്ര കിട്ടും? പറ. എല്ലാരെക്കാട്ടിലും കേമനാണെന്ന് പറയുന്ന നിനക്കും അറിയത്തില്ലേ? എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്നെ കൊണ്ട് പറയിപ്പിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എഴുന്നേറ്റ് കുനിഞ്ഞു നിൽക്ക്. നിനക്ക് കണക്കറിയത്തില്ല അല്ലേ? ഞാൻ പോയിട്ട് വരുന്ന സമയം വരെ ഇങ്ങനെ തന്നെ നീ ഇവിടെ നിന്നോളണം. ഒരു ചട്ടമ്പിള്ള. കല്ലെങ്ങാനും താഴെ വീണ ശിക്ഷ വേറെയാ, ഓർത്തോ? ആശാനെ, യോഹന്നാൻ ആശാനെ. ആരാ അത്? ദാ വരുന്നു. പണിക്കര് അദ്ദേഹോ? കയറി ഇരുന്നാട്ടെ. പൊന്തടുക്കിട്ട് പൊന്തളികയിൽ തന്റെ വിരുന്നുണ്ണാൻ വന്നവനല്ല ഞാൻ. എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്റെ മകൻ ഇത്രയും വലിയൊരു ശിക്ഷ താൻ നൽകിയത്? അത് അറിയാതെ. എന്തറിയായിക? ലോകത്തിൽ ആർക്കും ഉത്തരം പറയാനൊക്കാത്ത ഒരു കണക്കിന് ഉത്തരം പറയാനതിനോ? മദ്യത്തിന്റെ ലഹരിയിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. പണിക്കര് അദ്ദേഹം പൊറുക്കണം. അബദ്ധം? മാതാപിതാ ഗുരു ദൈവമെന്നല്ലേ? ആ ഗുരുവാണ് മദ്യപിച്ച് ശിഷ്യരുടെ മുന്നിൽ പേക്കൂത്ത് നടത്തിയത്. ഇതിനുള്ള മറുപടി നാവ് കൊണ്ടല്ല, ആയുധം കൊണ്ടാ തരേണ്ടത്. പണിക്കര് അദ്ദേഹം ഒരു വട്ടത്തേക്ക് മാപ്പാക്കണം. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ശരി, ദാവീദാശാന്റെ മകൻ എന്ന പരിഗണനയിൽ ഞാനിപ്പോ പോകുന്നു. അപ്പോ ഈ കാറും കൊള്ളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ വഴിവാടി വരെ പോകാൻ ധൈര്യമുള്ള ആരും തന്നെ ഈ കൂട്ടത്തിൽ ഇല്ലേ? ഇവിടെ നിന്ന് വഴിവാടിക്ക് എത്ര ദൂരം വരും? 1 മൈലോളം വന്നേക്കും തിരുമേനി. നമുക്ക് വീട്ടിനാവശ്യമാശനെ കണ്ടിട്ട് അത്യാവശ്യ കാര്യമുണ്ട്. വഴിവാടി വരെ പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ ആർക്കെങ്കിലും സാധിക്കുമോ? വഴിവാടിയിലേക്ക് അടിയും പോകാം.
തിരുമേനി, വഴിപാടിയിലേക്ക് അടിയം പോകാം. മകനെ, നീ ഏതാ? പണിക്കര് വീട്ടിൽ തോമാ പണിക്കരുടെ മകനാണ്. നമ്മുടെ സ്കറിയ കത്തനാരുടെ അനുജന്റെ മകൻ അല്ലേ? എന്താ മകന്റെ പേര്? PT ജോർജ്. ഏത് ക്ലാസ് വരെ നീ പഠിച്ചു? 4th ഫോറം പാസ്സായി. വിളക്കും കുടയും എടുത്തുകൊണ്ട് പോയി ഷമ്മാശനെ വേഗം വിളിച്ചുകൊണ്ട് വാ. അവിടുത്തെ കൽപ്പന പോലെ. സ്കറിയ കത്തനാരുടെ സഹോദരപുത്രന്റെ ദൈവഭക്തിയിലും സാമർത്ഥ്യത്തിലും നാം വളരെ സന്തുഷ്ടനാണ്. ഈ മിടുക്കനെ നമ്മുടെ കൂടെ സഭാ ശുശ്രൂഷയ്ക്കായി വിടണം. അവിടുന്ന് കൽപ്പിക്കുന്നത് പോലെ ആവട്ടെ. ആ, എന്താ തോമ പണിക്കരുടെ തീരുമാനം? എനിക്ക് സമ്മതമാണ്. കളരി അഭ്യാസം പഠിച്ച് സൈന്യത്തിൽ ചേരാൻ പറഞ്ഞപ്പോ ഗീവർഗീസിന് ദൈവവേലയ്ക്ക് പോകാനാ താല്പര്യം. അങ്ങനെയെങ്കിൽ കോട്ടയത്തെ MD സെമിനാരി സ്കൂളിൽ ചേർന്ന് പഠിക്കട്ടെ. പഴയ സെമിനാരിയിൽ താമസത്തിനുള്ള ഏർപ്പാടുകൾ നാം തന്നെ ചെയ്യാം. പിന്നെ ഇനി മുതൽ PT ജോർജ് എന്നതിന് പകരം PT ഗീവർഗീസ് എന്ന മാമോദീസ പേര് മതി. ശരി തിരുമേനി. ഒരിക്കൽ പഠിക്കുന്ന കാര്യങ്ങൾ മനഃപ്പാടമാക്കാൻ ഗീവർഗീസിനൊരു പ്രത്യേക കഴിവ് തന്നെയല്ലേ? എത്ര വൈകിയാലും അന്നന്നത്തെ പാഠങ്ങൾ വായിച്ചു പഠിച്ചിട്ടേ അയാൾ ഉറങ്ങാറുള്ളൂ. ഉറക്കം വന്നാലോ വിളക്ക് കെട്ടിത്തൂക്കിയിട്ട് മേശപ്പുറത്ത് കയറി നിന്ന് വായിച്ചു പഠിക്കും. ഓ, ഒരു വല്ലാത്ത ആള് തന്നെ. അതല്ലേ എല്ലാ ക്ലാസ്സിലും പരീക്ഷയിൽ ഒന്നാമനാകുന്നത്. ഹെഡ് മാസ്റ്റർക്കും മൽപ്പാനും ഗീവർഗീസ് എന്ന് പറഞ്ഞാൽ ജീവനാ. എന്തൊരു ശ്രദ്ധയാ അവന്റെ കാര്യത്തിൽ. പുലിക്കോട്ടിൽ തിരുമേനി നേരിട്ട് എന്ന് കൊണ്ടുവന്നല്ലേ, അതിൻ്റെയാ. ഇനി മുതൽ കുളിക്കടവിലേക്ക് പോകുന്നവരെല്ലാം ഈ പാറയുടെ മുൻപിൽ തലകുനിച്ച് മുത്തിയിട്ട് പോകണം. താൻ എന്ത് ഭോഷത്തരവാടോ ഈ പറയുന്നത്? ഈ വഴിയിൽ കാണുന്ന കരിമ്പാറയിൽ കുരിശു വരച്ചിട്ട് ആർക്കെന്ത് പുണ്യം കിട്ടാനാ? ഈ പാറയിൽ മുത്തിയിട്ട് പോയാൽ കുളി കഴിഞ്ഞ് യാതൊരു അപകടവും കൂടാതെ തിരിച്ചു വരാൻ സാധിക്കും. എന്തായാലും ഈ മണ്ടത്തരത്തിന് ഞാനില്ല.